ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ മഹാപോരാട്ടത്തിന് ഒടുവിൽ കളം ഒരുങ്ങിയിരിക്കുകയാണ്. 2026 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ യൂറോപ്പിലെ രണ്ട് വൻ ശക്തികൾ നേർക്കുനേർ വരുന്നു. സ്പെയിനും പോർച്ചുഗലും. ഒരു കാലത്ത് ലോകം ഭരിച്ച രണ്ട് സാമ്രാജ്യങ്ങൾ ഇന്ന് കളിക്കളത്തിൽ പരസ്പരം കൊമ്പ് കോർക്കാൻ പോവുകയാണ്. ഒരു വശത്ത് റൗണ്ട് ഓഫ് 32-വിൽ ഓസ്ട്രിയയെ 3-0 തരിപ്പണമാക്കി എതിരാളികൾക്ക് ശക്തമായി മുന്നറിയിപ്പ് നൽകി വരുന്ന ലാ റോജ എന്ന സ്പെയിൻ. മറുവശത്ത് ക്രൊയേഷ്യയെ 2-1 വീഴ്ത്തി തങ്ങളുടെ അറ്റാക്കിംഗ് കരുത്ത് തെളിയിച്ചു വരുന്ന സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ. ഈ രണ്ടു ടീമുകളും നേർക്കുനേർ വരുമ്പോൾ കളി വെറും ഒരു മത്സരമാകില്ല, മറിച്ച് ഒരു യുദ്ധമായിരിക്കും. ഈ പോരാട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അതേത് മത്സരമാണ്? അതെ, 2018 റഷ്യൻ ലോകകപ്പിലെ ആ ചരിത്ര പ്രസിദ്ധമായ 3-3 സമനില. അന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇരു ടീമുകളും കാഴ്ചവെച്ചത് ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ത്രില്ലറുകളിൽ ഒന്നായിരുന്നു. സ്പെയിനിന്റെ ടിക്കി ടാക്ക പാസിങ്ങിനെതിരെ ഒറ്റയാൾ പട്ടാളമായി പോർച്ചുഗലിനെ നയിച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ CR7. മത്സരത്തിന്റെ 4-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ തുടങ്ങി, പിന്നീട് ഒരു കിടിലൻ ഓപ്പൺ ഗോൾ. ഒടുവിൽ കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഡേവിഡ് ഡിഗയെ കാഴ്ചക്കാരനാക്കി ബോക്സിന് തൊട്ടുപുറത്തു നിന്ന് തൊടുത്ത ആ മാന്ത്രിക ഫ്രീ കിക്ക്. തന്റെ ലോകകപ്പ് കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഹാട്രിക്കോടെ റൊണാൾഡോ അന്ന് സ്പെയിനിനെ തളച്ചു. സ്പെയിനിനായി ഡിയാഗോ കോസ്റ്റ ഇരട്ട ഗോളുകളോടെ പോരാടിയെങ്കിലും റൊണാൾഡോയുടെ ആ തീയുണ്ടയ്ക്ക് മുന്നിൽ അവർക്ക് സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇന്ന് വർഷങ്ങൾക്കു ശേഷം വീണ്ടും ഒരു ലോകകപ്പ് നോക്കൌട്ടിൽ അവർ ഏറ്റുമുട്ടുമ്പോൾ ആ പഴയ കണക്കുകൾ തീർക്കാൻ സ്പെയിനും തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ പോർച്ചുഗലും കച്ചകെട്ടിയിറങ്ങുകയാണ്. നമുക്കാദ്യം സ്പെയിനിന്റെ ടീമിലേക്ക് നോക്കാം. ലൂയിസ് ഡിലാഫ്യൂവിന്റെ കീഴിൽ ഇറങ്ങുന്ന ഈ സ്പാനിഷ് പട പഴയതുപോലെ വെറുതെ പന്ത് പാസ് ചെയ്ത് സമയം കളയുന്ന ടീമല്ല. അവർ ഭയങ്കര ഡയറക്റ്റാണ്, അതിവേഗക്കാരാണ്. ലാമിൻ യമാൽ, നിക്കോ വില്യംസ് തുടങ്ങിയ വിങ്ങർമാരുടെ വേഗത ഏത് പ്രതിരോധ നിരയെയും തകർക്കാൻ കെൽപ്പുള്ളതാണ്. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാൻ റോഡ്രിയെ പോലെയുള്ള മാസ്റ്റർ പ്ലെയർമാരുണ്ട്. ഓസ്ട്രിയക്കെതിരെ മിഷേൽ ഒയർസബാലും പെഡ്രോ പോറോയും കാണിച്ച ആ ക്ലിനിക്കൽ ഫിനിഷിംഗ് പോർച്ചുഗലിന് വലിയ തലവേദനയാകും. ഡിഫൻസും മിഡ്ഫീൽഡും ഫോർവേഡും ഒരേപോലെ ഒത്തിണക്കത്തോടെ കളിക്കുന്നു എന്നതാണ് സ്പെയിനിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇനി പോർച്ചുഗലിലോട്ട് നോക്കുമ്പോൾ റോബർട്ടോ മാർട്ടിനസിന്റെ ഈ ടീമിൽ പ്രതിഭകളുടെ ഒരു വൻനിര തന്നെയുണ്ട്. ക്രൊയേഷ്യക്കെതിരെ ഗോൾ നേടി ഫോം തെളിയിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയും ഗോൺസാലോ റാമോസും തന്നെയാണ് അവരുടെ പ്രധാന ആയുധങ്ങൾ. ഒപ്പം മിഡ്ഫീൽഡിൽ കളിമെനയാൻ ബ്രൂണോ ഫെർണാണ്ടസും വിറ്റീഞ്ഞയും, പ്രതിരോധത്തിൽ റൂബൻ ഡയസും കാവൽ നിൽക്കുമ്പോൾ പോർച്ചുഗൽ അത്ര പെട്ടെന്നൊന്നും കീഴടങ്ങില്ല. പ്രത്യേകിച്ച് നോക്കൌട്ട് മത്സരങ്ങളിൽ സമ്മർദ്ദം അതിജീവിക്കാനുള്ള അവരുടെ പരിചയ സമ്പത്ത് വളരെ കൂടുതലാണ്. അത് അവസാന ലോകകപ്പ് കളിക്കുന്ന റൊണാൾഡോക്ക് ടീമിനെ ഫൈനൽ വരെ എത്തിക്കാൻ എന്തും ചെയ്യാനുള്ള കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് ഈ മത്സരത്തിൽ കാണാം. അങ്ങനെയെങ്കിൽ ഈ മത്സരത്തിൽ ആര് വിജയിക്കും? പ്രവചനം വളരെ പ്രയാസമാണെങ്കിലും നിലവിലെ ഫോമും കളിശൈലിയും വിലയിരുത്തുമ്പോൾ സ്പെയിനിന് തന്നെയാണ് ഒരൽപ്പം മുൻതൂക്കം. കാരണം സ്പെയിനിന്റെ മിഡ്ഫീൽഡും പ്രസ്സിംഗും വിങ്ങർമാരുടെ അസാധ്യ വേഗതയും പോർച്ചുഗൽ ഡിഫൻസിനെ സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുണ്ട്. പോർച്ചുഗൽ പലപ്പോഴും വ്യക്തിഗത പ്രതിഭകളെ ആശ്രയിക്കുമ്പോൾ സ്പെയിൻ ഒരു മികച്ച ടീം ഗെയിമാണ് പുറത്തെടുക്കുന്നത്. പക്ഷെ മറക്കരുത്, എതിർചേരിയിൽ നിൽക്കുന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഒറ്റ നിമിഷം കൊണ്ട് കളി മാറ്റാൻ കെൽപ്പുള്ള ബ്രൂണോയും ലിയോവോയും കൂടെയുള്ളപ്പോൾ പോർച്ചുഗലിനെ എഴുതിത്തള്ളാൻ ഒരു കാലത്തും സാധിക്കില്ല. മത്സരം എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല. ഡാലസ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ഈ ഐബീരിയൻ പോരാട്ടം ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു വിരുന്ന് തന്നെയായിരിക്കും എന്ന് ഉറപ്പാണ്. നിങ്ങളുടെ പ്രവചനം എന്താണ്? സ്പെയിൻ പ്രതികാരം വീട്ടുമോ, അതോ റൊണാൾഡോയും സംഘവും ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. അവസാന ചിരി അത് ആരുടേതായിരിക്കും? റൊണാൾഡോയുടെ CR7 ആർമിയോ, അതോ സ്പെയിനിന്റെ യുവരക്തമോ? നിങ്ങളുടെ പ്രവചനങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.